നമസ്കാരം. ഇന്നലെ കശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഇന്നലെ പെഹൽഗാമിൽ നടന്നത് കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ സിവിലിയൻ കാഷ്വാലിറ്റി, സാധാരണക്കാരായ ജനങ്ങളെ, ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ ആക്രമണമായിരുന്നു. സിവിലിയൻസ് എന്ന് പറയുമ്പോൾ കശ്മീരിലെത്തുന്ന ഒന്നിയിൽ തീർത്ഥാടകരാണ്, അമർനാഥ് യാത്ര പോലെയുള്ള തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോകുന്ന തീർത്ഥാടകരാണ്, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാണ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും. ആ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണമായിരുന്നു ഇന്നലെ നടന്നത്. നേരത്തെ അമർനാഥ് യാത്ര 2017 തോന്നുന്നു. അമർനാഥ് യാത്രയ്ക്ക് നേരെ ഇതുപോലെ തീവ്രവാദി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അന്ന് 8 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനു മുമ്പ് 2006 ദോദ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന തീവ്രവാദി ആക്രമണത്തിലും സിവിലിയൻസ് കൊല്ലപ്പെട്ടിരുന്നു. അത് 25 പേരോളമായിരുന്നു. ഇപ്പോൾ 28 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. 5 പേരോളം ഇപ്പോഴും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ഒരു പക്ഷേ മരണസംഖ്യ ഉയരാം. എന്തായാലും ഈ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ സിവിലിയൻ പോപ്പുലേഷന് നേരെ, സാധാരണക്കാർക്ക് നേരെ നടന്ന ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണമാണ് ഇന്നലെ പെഹൽഗാമിൽ നടന്നത്. ഇനി ഇതിൻ്റെ 1-2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അധികം ആരും അറിയാത്ത കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ടാണ് ഈ തീവ്രവാദി ആക്രമണം പൂർത്തിയായത്. തീവ്രവാദികൾ സൈനിക വേഷത്തിലും അല്ലാതെയും ഉണ്ടായിരുന്നു. ഈ പെഹൽഗാമിൽ, യഥാർത്ഥത്തിൽ ഇത് പെഹൽഗാമിലല്ല നടക്കുന്നത്, ഇത് ആ പുൽത്തകിടിയിലാണ്. ടൂറിസ്റ്റുകളെല്ലാം പോകുന്നതാണ്. ഈ പുൽത്തകിടി എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് പോലെ വളരെ സൗന്ദര്യമുള്ള, പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ്. പെഹൽഗാമിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരെയാണ്. വളരെ കൃത്യമായി ഈ സ്ഥലം തന്നെ തീവ്രവാദികൾ തിരഞ്ഞെടുത്തതിന് കാരണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞ് ഇതൊരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. ഈ സ്ഥലത്ത്, ഈ പെഹൽഗാമിൽ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ സെക്യൂരിറ്റി വളരെ കുറവാണ്. ഈ മൈതാനത്തിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ തീവ്രവാദികൾ ആക്രമിച്ച ശേഷവും 2 സൈഡിലുമുള്ള സെക്യൂരിറ്റി ആൾക്കാർക്ക്, അതായത് പോലീസുകാർ, ജമ്മു കാശ്മീർ പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ, അവർക്കൊക്കെ മൈതാനത്തിലേക്ക് ഓടിയെത്താൻ സമയമെടുത്തു. ആ സമയമെടുക്കുമെന്ന് തീവ്രവാദികൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവർക്ക് അതിൻ്റെ പിൻഭാഗത്തുള്ള ഫോറസ്റ്റിലേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ടൈമും ഇതിനിടയിൽ അവർക്ക് കിട്ടുകയും ചെയ്തു. വളരെ കൃത്യമായി, വളരെ പ്ലാൻഡായിട്ടാണ് 15 മിനിറ്റ് കൊണ്ടാണ് ഈ തീവ്രവാദി ആക്രമണം പൂർത്തിയാക്കിയത്. ഇവർ പുരുഷന്മാരെ മാറ്റി നിർത്തുന്നു, പുരുഷന്മാരോട് ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കുന്നു, ഐഡൻറ്റിറ്റി കാർഡിൽ നിന്ന് പേര് മനസ്സിലാക്കുന്നു. ഒരാളെ നിങ്ങളെ കണ്ടിട്ട് മുസ്ലിം ആണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാണ് വെടിവെച്ച് കൊന്നത്. ബാക്കി എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് പാകിസ്ഥാൻ അല്ല ചെയ്തത്, പാകിസ്ഥാന് ഇതിന് പിന്നിൽ യാതൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് രാവിലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യമാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണ് എന്ന് ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ അവരുടെ ഈ കള്ളി വെളിച്ചത്തായിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ചെയ്ത ഒരു കാര്യം, ഈ തീവ്രവാദികൾ സംസാരിച്ച ഭാഷ, ഇവർ പഞ്ചാബിയും ഹിന്ദിയുമാണ് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ പഞ്ചാബിയും ഹിന്ദി ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഒരു പഞ്ചാബി ഹിന്ദി എന്ന് ഇവർ പറയുന്നത്, ഈ സർവൈവേഴ്സ് പറയുന്നത്, രക്ഷപ്പെട്ടവർ കൂടുതലും സ്ത്രീകളാണ്. അവർ പറയുന്നത് ഒരുപക്ഷെ അവർ ഉറുദുവുമായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണെന്നോ നമുക്കറിയില്ല. പഞ്ചാബിയും ഹിന്ദിയുമാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ലോക്കൽ ആൾക്കാരാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. പക്ഷേ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ അധികൃതരുടെ മുൻപിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ കമാൻഡർമാരിൽ ഒരാളും ഹാഫിസ് സെയ്ദിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനുമായ, ആദ്യം പറഞ്ഞ ഒരു പേര് കസൂരി എന്ന് പറഞ്ഞ ആളുടെ പേരായിരുന്നു. പക്ഷേ കസൂരി അല്ല, സൈഫുള്ള സജീദ് എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡറാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസീസ് പറയുന്നത്. സൈഫുള്ള സയ്യിദ് ആണെങ്കിൽ വർഷങ്ങളായി ഇയാൾ കശ്മീർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഇയാൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ ജീവിക്കുന്ന ആളാണ്. ലഹോറിലും ഒക്കെ എപ്പോഴും പോവുകയും അവിടെ ഈ തീവ്രവാദി പരിശീലനത്തിനും
റിക്രൂട്ട്മെൻറ്റിനും ഒക്കെ വർഷങ്ങളായിട്ട് ഇയാൾ ശ്രമം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ സൈഫുള്ള സയ്യിദ് എന്ന് പറയുന്ന വ്യക്തി. ഇയാൾ ISIയുമായിട്ടും പാകിസ്ഥാൻ ആർമിയുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ ഏറ്റവും അടുത്ത് ISIയോടെ പെരുമാറുന്ന രണ്ടോ മൂന്നോ പേരിൽ ഒരാളാണ് ഈ സൈഫുള്ള സയ്യിദ്. ഈ സൈഫുള്ള സയ്യിദാണ് ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ തന്നെ ഇത് പാകിസ്ഥാൻ്റെ നുണ ഇവിടെ ജനസമക്ഷം ലോകത്തിൻ്റെ മുമ്പിൽ പൊളിയുകയാണ്. ഇനി പാകിസ്ഥാൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർക്ക് രണ്ട് നേട്ടമാണ് അവർ കാണുന്നത്. ഒന്ന്, കശ്മീരിലെ ഇപ്പോൾ ഉയർന്നു വരുന്ന സമാധാനത്തിൻ്റെതായ ഒരു അന്തരീക്ഷം ഒറ്റയടിക്ക് തകർക്കുക. ഇനിയിപ്പോൾ കശ്മീരിൽ കുറേ നാളത്തേക്ക് ഈ പറയുന്ന പോലെ സന്ദർശകർ ഒന്ന് പോകാൻ മടിക്കും. ഇപ്പോൾ തന്നെ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ശ്രീനഗർ എയർപോർട്ടിൽ വലിയ ഉന്തും തള്ളുവാണ് എങ്ങനെയെങ്കിലും കാശ്മീരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ജനങ്ങളാകെ ഭയന്നിരിക്കുന്നു. അതാണ് ഒരാവശ്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. കശ്മീരിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ഉന്നമനം തടയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാകിസ്ഥാന് വളരെ കൃത്യമായിട്ടറിയാം ഭാരതത്തിനുള്ളിൽ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഈ പറയുന്നത് പോലെ ഈ തീവ്രവാദി ആക്രമണത്തെ വെള്ളപൂശാൻ ശ്രമിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് അതുതന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്തിലെ ഗോദ്രാനന്തര കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മുസ്ലിം വംശഹത്യയാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നവർ പോലും ഇവിടെ ഐഡൻറ്റിറ്റി കാർഡ് നോക്കി ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തി പോയിന്റ് ബ്ലാങ്കിന് വെടിവെച്ചു വന്ന ആ പാവപ്പെട്ട മനുഷ്യർ അവർ ഹിന്ദുക്കളായതുകൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്ന് പറയാൻ മടിക്കുന്നു. ഈ ഒരു ഇരട്ടത്താപ്പ് പാകിസ്ഥാന് നന്നായിട്ടറിയാം ഭാരതത്തിനുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഇത് വെളുപ്പിക്കാൻ ആൾക്കാർ ഇറങ്ങുമെന്നും ആ വെളുപ്പിക്കാൻ ആൾക്കാർ ഇറങ്ങുമ്പോൾ അതിനോട് വലിയ തോതിൽ മറ്റൊരു വിഭാഗം പ്രതികരിക്കുമെന്നും ഭാരതത്തിനുള്ളിൽ ഹിന്ദു മുസ്ലിം ഡിവൈഡ് കൂടുതൽ അകൽച്ച കൂടുമെന്നും എവിടെയെങ്കിലുമൊക്കെ കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നും ഒക്കെ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത്തരം അത്തരം ട്രാപ്പുകളിലേക്ക് ചെന്ന് വീഴാതെ ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ഇതാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ നമ്മളുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആൾക്കാർ പറയുന്നത് പുൽവാമ മോദി ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. അതായത് മോദിയാണ് അത്രേ അവിടെ സൈനികരെ കുരുതിക്ക് കൊടുത്തത്. അത് മോദിയുടെ നാടകമാണ് എന്നാണ് പറയുന്നത്. എത്ര നീചമായ മതഭ്രാന്ത് മൂത്തിട്ട് എത്ര നീചമായിട്ടാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നതെന്ന് അത്ഭുതപ്പെടുകയല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം, ഒരു ഏകാധിപതി ഭരിക്കുന്ന ഒരു രാജ്യം പോലും അങ്ങനെ ചെയ്യുമെന്ന് ആർക്കെങ്കിലും കരുതാം. ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നോർമലായിട്ട് ഒരു രാജ്യവും സ്വന്തം സൈനികരെ കുരുതി കൊടുത്ത് അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് ഈ ലോകത്ത് നേർബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. അത് മതവെറിയും മതഭ്രാന്തും കൊണ്ട് നിറഞ്ഞ മനസ്സുകൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതുപോലെ മറ്റൊരു ആക്രമണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരാണ് ഇങ്ങനെ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് പച്ചയ്ക്ക് പറയുന്ന നിരവധി പ്രൊഫൈലുകൾ ഞാൻ അതിൽ 1-2 പ്രൊഫൈൽ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. ഇവിടെ കൊച്ചിയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളുടെ പേരൊക്കെ അതിൽ കണ്ടു. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്. അതൊരു വെളുപ്പിക്കൽ പദ്ധതിയുടെ അല്ലെങ്കിൽ ഒരു വെളുപ്പിക്കൽ പ്രോസസ്സിൻ്റെ തുടക്കമാണ്. ഇത് പോകുമ്പോൾ ഇതിന് മറുവശത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഭാരതത്തിനുള്ളിൽ ഒരു വലിയ വിഭാഗീയത ഉണ്ടാകും, ഒരുപക്ഷെ കലാപം ഉണ്ടാകും എന്നൊക്കെ പാകിസ്ഥാൻ കരുതുന്നുണ്ടാകും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കൃത്യമായി ഭുട്ടോയുടെ കാലം മുതൽ പറയുന്നത് ഭാരതത്തെ ഒറ്റയടിക്ക് തോൽപ്പിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് 1000 മുറിവുകൾ ഭാരതത്തിൽ ഉണ്ടാക്കുക. ആ 1000 മുറിവുകളിലൂടെ ചോര വാർന്ന് ഭാരതം ഇല്ലാതാകണം. ഇതാണ് പാകിസ്ഥാനിലെ മത തീവ്രവാദികളായ അവിടുത്തെ പട്ടാള മേധാവികളും രാഷ്ട്രീയക്കാരും എക്കാലവും ആഗ്രഹിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം മുറിവുകൾ അവർ ഉണ്ടാക്കുന്നത്. ഒറ്റയടിക്കൊരു നേരിട്ടുള്ള യുദ്ധത്തിൽ തോൽപ്പിക്കാനാകാത്ത ഒരു വലിയ ശത്രുവിനെ ഇങ്ങനെയൊക്കെ ക്ഷീണിപ്പിക്കാമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭാരതം ഇതൊക്കെ കടന്നു വന്നിട്ടുള്ള വഴികളാണ്. ആദ്യമായിട്ടല്ല ഭാരതം ഇങ്ങനെ ഉള്ള ഒരു തീവ്രവാദി ആക്രമണം നേരിടുന്നത്. മുംബൈയിൽ 26/11 നടന്ന ഇസ്ലാമിക ഭീകരാക്രമണത്തിന് ശേഷം മണിക്കൂറുകൾ കൊണ്ടാണ് മുംബൈ നഗരം സാധാരണ നിലയിലേക്ക് തിരിച്ചുപോയത്. പക്ഷേ നഗരജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതിനർത്ഥം നമ്മൾ ഈ പാഠങ്ങൾ മറക്കുന്നു എന്നല്ല. തീർച്ചയായിട്ടും ഈ പാഠങ്ങൾ കേന്ദ്ര സർക്കാർ മറക്കില്ല. അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അവർ അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ, അതിനുള്ള മറുപടി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഈ
ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ആ ഒരു സംഘടനയെ, ആ ഒരു സംഘടിത ശ്രമത്തെ തകർക്കുകയല്ലാതെ ഇതിന് വേറെ യാതൊരു വഴിയുമില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മറ്റൊരു വിവരം, ഈ സ്ത്രീകളെ ആരെയും ഇവർ കൊന്നില്ല എന്നുള്ളതാണ്. അത് അവരുടെ മതവിശ്വാസത്തിൻ്റെ ഭീകര മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ കൊല്ലപ്പെട്ട ഒരാളുടെ ഭാര്യ, ഞാൻ മനസ്സിലാക്കുന്നത് അത് മഞ്ജുനാഥിൻ്റെ ഭാര്യ പല്ലവിയാണെന്ന് പറയുന്നു, എന്നെ കൂടെ കൊല്ലൂ എന്നാണ് ഭീകരവാദികളോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തെ കൊന്നു എൻ്റെ മുമ്പിൽ വെച്ച്, എന്നെ കൂടെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ ശാന്തമായി ഈ പല്ലവിയോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ കൊല്ലില്ല, നിങ്ങൾ പോയിട്ട് ഇത് മോദിയോട് പറയൂ എന്നാണ് പറഞ്ഞത്. പോയി മോദിയോട് പറയൂ. അപ്പോൾ വളരെ കൃത്യമാണ് ഇതിൻ്റെ പിന്നിലെ, ഈ തീവ്രവാദി ആക്രമണത്തിൻ്റെ, ഭീകര ആക്രമണത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് മോദിയെയും BJP സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഈ മാറിയ ഭാരതത്തെയും തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇതൊരു ഇൻ്റലിജൻസ് ഫെയിലിയർ ആണോ എന്നുള്ളതാണ്. നമ്മളുടെ സുരക്ഷാ ഏജൻസികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്രയും 28 സിവിലിയൻ സാധാരണക്കാരെ, നിരപരാധികളെ കൊല്ലാനുള്ള തീവ്രവാദികളുടെ ഈ പ്ലാൻ വളരെ പ്ലാൻഡ് ആണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ പ്ലാൻ നമ്മൾക്കറിയാൻ സാധിക്കാതെ പോയത് ഒരു വീഴ്ച തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചില വീഴ്ചകളൊക്കെ അവിടെയും ഇവിടെയും ഉണ്ടാകുന്നത് നമ്മൾക്ക് ഒഴിവാക്കാനും സാധിക്കില്ല എന്ന് എടുത്തു പറയണം. കാരണം 1000 സംഭവങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഇത്തരം സംഭവങ്ങൾ നടക്കുക. തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം, ഭീകരരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെ, എന്ന്, എപ്പോൾ ചെയ്യണമെന്ന് അവർക്ക് നിശ്ചയിക്കാം. ആ എല്ലാ നിശ്ചയങ്ങളെയും തീർക്കുക അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് സുരക്ഷാ ഏജൻസികളുടെ അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് ചിലയിടത്തൊക്കെ വീഴ്ച വരും. പക്ഷേ ആ വീഴ്ച അതീവ ഗുരുതരമായി ഇപ്രാവശ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ടെക്നിക്കൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ധാരാളം മുന്നോട്ട് പോയെങ്കിലും ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ, അതായത് ഈ തീവ്രവാദി സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറി അവരിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന ഏർപ്പാടുണ്ട്. അല്ലെങ്കിൽ ഗ്രൗണ്ട് സീറോയിൽ നമ്മൾക്ക് വേണ്ട ഇൻഫർമേഷൻ തരുന്ന ആൾക്കാരുണ്ടാകണം. ഈ കാര്യത്തിൽ അല്പം നമ്മളുടെ സെക്യൂരിറ്റി ഏജൻസീസ്, നമ്മളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതെല്ലാം അന്വേഷിക്കപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ കൂലങ്കുഷമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിന് ഒരു കൃത്യമായ മറുപടി കൊടുക്കാൻ ഭാരതത്തിന് കെൽപ്പുണ്ട്. ഭാരതം ആ മറുപടി കൊടുക്കുകയും ചെയ്യും. ജനങ്ങൾ ആ മറുപടി കൊടുക്കേണ്ടത് ഈ തീവ്രവാദികൾ, ഈ ഭീകരവാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ രാജ്യത്ത് വിതയ്ക്കാൻ ശ്രമിക്കുന്ന ഭയത്തെ അതിജീവിച്ചുകൊണ്ടാണ്. ആ ഭയത്തെ അതിജീവിക്കുക, ഈ ഭയം കൊണ്ട് ഞങ്ങളെ കീഴടക്കാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഇസ്ലാമിക ഭീകരർക്ക് കൊടുക്കാൻ രാജ്യത്തിന് സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾ വിജയിക്കുന്നത്. മുംബൈ അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. 26/11 വലിയൊരു ഭീകരാക്രമണം ഉണ്ടായ ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് മുംബൈ നഗരം സാധാരണ നിലയിലേക്ക് മടങ്ങിയത്. അങ്ങനെ മടങ്ങുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ആ പാഠം നമ്മൾ മറക്കുന്നു എന്നല്ല. തീർച്ചയായിട്ടും ആ പാഠം നമ്മൾ മറക്കില്ല, ആ പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇത്തരം ഓരോ സംഭവങ്ങളും ഓരോ പുതിയ പാഠങ്ങളാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ രാജ്യത്ത് ഹിന്ദു ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് പറയുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കളല്ലാത്തവരും അത് പറയുന്നുണ്ട്. ഈ രാജ്യം ഹിന്ദു ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ മതേതരത്വവും സഹവർത്തിത്വവും ബഹുസ്വരതയും ഒക്കെ നിലനിൽക്കുന്നത്. ആ ഹിന്ദു സമൂഹത്തെ ക്ഷീണിപ്പിക്കാനും വിഘടിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്ത് എപ്പോഴും നടക്കുന്നത്. അത് ഭീകരാക്രമണത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയ ചർച്ചകളുടെ പേരിലായാലും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളുടെ പേരിലായാലും ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ശിഥിലീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ രാജ്യത്ത് സ്ഥിരമായി നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു സമൂഹത്തെ ശിഥിലീകരിച്ചാൽ, അവരെ വീക്കൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ എളുപ്പമാണ് എന്നുള്ളതാണ്. അതിന് ലോകത്ത് പല ഭാഗങ്ങളിലും അതിന് ഉദാഹരണമുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ബംഗാളിൽ ഉൾപ്പെടെ അതിൻ്റെ ഏറ്റവും അടുത്ത ദൃഷ്ടാന്തങ്ങളാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഗൂഢാലോചന തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ട്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഉത്തമമായ ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ സർക്കാരിന് സാധിക്കില്ല. സർക്കാർ അത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ, എവിടെ, എന്ത് എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുക. പക്ഷേ രാജ്യത്ത് ശിഥിലീകരണ ശക്തികൾക്ക് രാജ്യത്തിനുള്ളിൽ കലാപം ഉണ്ടാക്കാനും ഇവിടെ അസ്വസ്ഥത പരത്താനുമുള്ള ഒരവസരമായി ഇത് മാറാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. നമസ്കാരം.